നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. 18ാമത് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ NDAക്ക് കേവല ഭൂരിപക്ഷം മാത്രം. 294 സീറ്റുകളാണ് NDAക്ക് ലഭിച്ചത്. കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട BJPക്ക് 240 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. കോൺഗ്രസ് 99 സീറ്റുകൾ നേടിയപ്പോൾ 231 സീറ്റുകൾ നേടി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി UPയിലും മഹാരാഷ്ട്രയിലും ബംഗാളിലും NDAക്ക് വൻ തിരിച്ചടി. മോദിയുടെ ഭൂരിപക്ഷത്തിനും വൻ ഇടിവുണ്ടായപ്പോൾ ഘടകകക്ഷികളുടെ കനിവിലാണ് BJP അധികാരത്തിലേക്ക് നീങ്ങുന്നത്. BJPയുടെ പ്രധാന സഖ്യകക്ഷിയായ TDPക്ക് 16 സീറ്റും JDUവിന് 12 സീറ്റും ലഭിച്ചു. NDAക്ക് 3ാം തവണയും വിജയം സമ്മാനിച്ചതിന് ജനങ്ങൾക്ക് നന്ദി പറയുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. തുടർച്ചയായ 3ാം തവണയും ജനം NDAയിൽ വിശ്വാസമർപ്പിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിലെ സുപ്രധാന നേട്ടമാണിത്. ജനങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ ശിരസ് നമിക്കുന്നു. ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റാൻ കഴിഞ്ഞ 10 വർഷമായി നടത്തിവന്ന നല്ല പ്രവർത്തനങ്ങൾ ഇനിയും തുടരുമെന്ന് ഉറപ്പു നൽകുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടം തുടരുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള വേട്ടയാടലിനെതിരെയാണ് ഈ വിധിയെഴുത്ത്. ഇന്ത്യൻ ജനത അവരുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തിയത്. പോരാട്ടം ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരല്ല. തെരഞ്ഞെടുപ്പ് ഫലം മോദിക്കുള്ള വലിയ സന്ദേശമാണ്. വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ തള്ളി ഇന്ത്യ മുന്നണിക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചത് സമാജ്വാദി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്, DMK എന്ന സഖ്യകക്ഷികളുടെ മികവിലാണ്. സമാജ്വാദി പാർട്ടിക്ക് ഉത്തർപ്രദേശിൽ 37 സീറ്റും തൃണമൂൽ കോൺഗ്രസിന് പശ്ചിമ ബംഗാളിൽ 29 സീറ്റും DMKക്ക് തമിഴ്നാട്ടിൽ 22 സീറ്റുകളും ലഭിച്ചു. ഭാവി നീക്കങ്ങൾ തീരുമാനിക്കാൻ ഇന്ത്യ സഖ്യം ഇന്ന് യോഗം ചേരുമെന്നും സഖ്യകക്ഷികളുമായി ആലോചിച്ച് ഭാവി തീരുമാനിക്കുമെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. സർക്കാർ രൂപീകരണത്തിൽ അവകാശവാദം ഉന്നയിക്കുമോ പ്രതിപക്ഷത്തിരിക്കുമോ എന്ന് ഇന്ന് തീരുമാനിക്കുമെന്ന്, ഏത് മണ്ഡലം തിരഞ്ഞെടുക്കുമെന്ന് ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഏറെക്കുറെ പൂർണ്ണമാകുമ്പോൾ കിങ് മേക്കർമാരെന്ന വിശേഷണത്തിലേക്ക് എത്തുകയാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ചുവടുവെക്കുന്ന ചന്ദ്രബാബു നായിഡുവും. NDAയുടെ ഭാഗമായി മത്സരിച്ച നായിഡുവിൻ്റെ തെലുങ്ക് ദേശം പാർട്ടിക്ക് 16ഉം നിതീഷിൻ്റെ ജനതാദളിന് 12ഉം സീറ്റുകളാണ് ലഭിച്ചത്. NDAയെ സംബന്ധിച്ചിടത്തോളം ഈ 2 പേരും അവരുടെ പാർട്ടിയും അതീവ നിർണായകമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി വിപുലീകരിക്കാൻ കോൺഗ്രസ് ശ്രമം നടത്തുന്നതായി റിപ്പോർട്ട്. കേവല ഭൂരിപക്ഷം നേടിയ NDAക്കൊപ്പമുള്ള ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, TDP നേതാവ് ചന്ദ്രബാബു നായിഡു എന്നിവരുമായി ചർച്ച നടത്താനാണ് കോൺഗ്രസ് നീക്കം. 292 സീറ്റുകളാണ് NDAക്കുള്ളത്. ഇത് 28 സീറ്റുകൾ JDU TDP സഖ്യകക്ഷികളുടേതാണ്. അതേസമയം ഇന്ത്യ ബ്ലോക്കിന് 234 സീറ്റുകൾ, JDU TDP സഖ്യത്തെ ഒപ്പം ചേർത്താൽ 262 സീറ്റുകളിലേക്ക് ഉയരും. തുടർന്ന് കേവല ഭൂരിപക്ഷത്തിന് 10 സീറ്റുകളാണ് വേണ്ടിവരിക. മറ്റ് പാർട്ടിക്കാരിൽ നിന്ന് ചിലരെ ഒപ്പം കൂട്ടിയാൽ ഈ സംഖ്യയും മറികടക്കാൻ കോൺഗ്രസിനാവും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF മുന്നേറ്റം. 18 സീറ്റുകളാണ് UDFിൻ്റെ മുന്നേറ്റം. UDFിന് മുന്നേറ്റത്തിലും തൃശ്ശൂർ കീഴടക്കി സുരേഷ് ഗോപി. ആലത്തൂരിൽ മാത്രമാണ് LDFിന് വിജയം നേടാനായത്. തിരുവനന്തപുരത്ത് UDFിൻ്റെ ശശി തരൂർ NDAയുടെ രാജീവ് ചന്ദ്രശേഖരെ പിന്നിലാക്കിയത് ഏറെ വിയർത്താണ്. അവസാനം വരെ ലീഡ് പിടിച്ച രാജീവ് ചന്ദ്രശേഖറിനെതിരെ 16,077 വോട്ടിൻ്റെ ലീഡാണ് ശശി തരൂരിന് ലഭിച്ചത്. LDFിൻ്റെ പന്യൻ രവീന്ദ്രൻ 3ാം സ്ഥാനത്താണ്. കേരളം കണ്ട ഏറ്റവും വലിയ ഫോട്ടോ ഫിനിഷിനൊടുവിൽ അവസാനത്തെ റൗണ്ടിലാണ് ആറ്റിങ്ങൽ UDFിൻ്റെ അടൂർ പ്രകാശ് LDFിൻ്റെ V ജോയിയെ 684 വോട്ടുകൾക്ക് പിന്നിലാക്കി. 3 ലക്ഷത്തിലധികം വോട്ടുകൾ നേടിയ NDAയുടെ സ്ഥാനാർത്ഥി V മുരളീധരൻ്റെ മികച്ച പ്രകടനമാണ് കാര്യങ്ങൾ ഫോട്ടോ ഫിനിഷിലേക്ക് എത്തിച്ചത്. 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കൊല്ലത്തെ UDFിൻ്റെ MK പ്രേമചന്ദ്രൻ LDFിൻ്റെ M മുകേഷിനെ മലർത്തിയടിച്ചത്. NDAയുടെ കൃഷ്ണകുമാർ 1.5 ലക്ഷത്തിലധികം വോട്ടുകൾ നേടി 3ാമതെത്തി. പത്തനംതിട്ടയിൽ UDFിൻ്റെ ആൻ്റോ ആൻ്റണി LDFിൻ്റെ TM തോമസ് ഐസക്കിനെ തോൽപ്പിച്ചത് 66,119 വോട്ടുകൾക്കാണ്. 2,34,406 വോട്ട് പിടിച്ച NDAയുടെ അനിൽ ആൻ്റണി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. മാവേലിക്കരയിലെ വാശിയേറിയ മത്സരത്തിൻ്റെ ഒടുവിൽ വിജയം UDFിൻ്റെ കൊടിക്കുന്നിൽ സുരേഷിനൊപ്പം.
10,868 വോട്ടിനാണ് LDFിൻ്റെ CA അരുൺകുമാറിനെ സുരേഷ് തോൽപ്പിച്ചത്. NDAയുടെ ബൈജു കലാശാലക്ക് 1,42,984 വോട്ട് കിട്ടി. ആലപ്പുഴ മണ്ഡലം LDFിലെ MM ആരിഫിൽ നിന്ന് തിരിച്ചു പിടിച്ച് UDF 63,513 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് UDFിൻ്റെ KC വേണുഗോപാൽ ഈ മണ്ഡലം സ്വന്തമാക്കിയത്. NDAയുടെ ശോഭ സുരേന്ദ്രൻ 2,99,648 വോട്ടുകൾ നേടി കനത്ത വെല്ലുവിളിയാണ് ഉയർത്തിയത്. കോട്ടയം മണ്ഡലത്തിൽ LDFിൻ്റെ തോമസ് ചാഴിക്കാടനെ വീഴ്ത്തി UDFിൻ്റെ ഫ്രാൻസിസ് ജോർജ് 87,266 വോട്ടിനാണ് ഫ്രാൻസിസ് ജോർജിൻ്റെ വിജയം. 1,65,046 വോട്ടുകൾ നേടിയ NDAയുടെ തുഷാർ വെള്ളാപ്പള്ളി മൂന്നാമതെത്തി. ഇടുക്കിയിൽ LDFിൻ്റെ ജോയ്സ് ജോർജിനെ 1,33,727 വോട്ടിന് തോൽപ്പിച്ച UDFിൻ്റെ ഡീൻ കുര്യാക്കോസിന് വമ്പൻ വിജയം. മൂന്നാമതെത്തിയ NDAയുടെ സംഗീത വിശ്വാസിന് 91,323 വോട്ടാണ് ലഭിച്ചത്. എറണാകുളം മണ്ഡലത്തിൽ 2,50,385 വോട്ടിന് LDFിൻ്റെ KJ ഷൈനെ തകർത്ത് UDFിൻ്റെ ഹൈബിയുടെ 1,44,500 വോട്ടാണ് NDAയുടെ KS രാധാകൃഷ്ണന് ലഭിച്ചത്. ചാലക്കുടി മണ്ഡലത്തിൽ UDFിൻ്റെ ബെന്നി ബെഹന്നാൻ 63,754 വോട്ടിന് LDFിൻ്റെ C രവീന്ദ്രനാഥിനെ തോൽപ്പിച്ചു. 1,06,245 വോട്ട് നേടി NDAയുടെ KA ഉണ്ണികൃഷ്ണൻ മൂന്നാമതെത്തി. 2020യുടെ ചാർലി പോൾ 1,05,560 വോട്ട് നേടിയതാണ് ബെന്നി ബെഹന്നാൻ്റെ ലീഡ് കുറയാൻ കാരണമായതെന്നാണ് റിപ്പോർട്ടുകൾ. ഇവരടുത്ത് സുരേഷ് ഗോപി തൃശൂർ മണ്ഡലത്തിൽ 4,12,338 വോട്ടുകൾ നേടിയ NDAയുടെ സുരേഷ് ഗോപിക്ക് LDFിൻ്റെ VS സുനിൽകുമാറിനേക്കാൾ 74,686 വോട്ടിൻ്റെ ഭൂരിപക്ഷം. മൂന്നാം സ്ഥാനത്തെത്തിയ UDFിൻ്റെ K മുരളീധരന് 3,28,124 വോട്ടാണ് ലഭിച്ചത്. പുത്തൂരിലെ K രാധാകൃഷ്ണൻ കേരളത്തിലെ ഇടതുമുന്നണിയുടെ ഏക കനൽത്തരി. UDFിൻ്റെ രമ്യ ഹരിദാസിനെ 20,111 വോട്ടിനാണ് K രാധാകൃഷ്ണൻ തോൽപ്പിച്ചത്. 1,88,230 വോട്ട് നേടി NDAയുടെ TN സത്സു. UDFിൻ്റെ VK ശ്രീകണ്ഠന് പാലക്കാട് ഉജ്ജ്വല വിജയം. LDFിൻ്റെ കരുത്തനായ സ്ഥാനാർത്ഥി MV ജയരാഘവനെയാണ് ശ്രീകണ്ഠൻ 75,283 വോട്ടിന് തോൽപ്പിച്ചത്. 2,51,778 വോട്ടുകൾ നേടി NDAയുടെ C കൃഷ്ണകുമാർ തിളക്കമാർന്ന വിജയം പ്രകടനം കാഴ്ചവെച്ചു. പൊന്നാനിയിൽ UDFിൻ്റെ MP അബ്ദുസമദ് സമദാനിക്ക് 2,35,090 വോട്ടിൻ്റെ ഭൂരിപക്ഷം. LDFിൻ്റെ KS അംസയാണ് സമദാനി തോൽപ്പിച്ചത്. NDAയുടെ നിവേദിതക്ക് 1,24,295 വോട്ട് ലഭിച്ചു. 3,118 വോട്ടിൻ്റെ വമ്പൻ ഭൂരിപക്ഷമാണ് മലപ്പുറത്തെ UDFിൻ്റെ ET മുഹമ്മദ് ബഷീറിന് ലഭിച്ചത്. LDFിൻ്റെ V വസീഫ് രണ്ടാമതെത്തിയപ്പോൾ 85,361 വോട്ട് നേടിയ ഡോക്ടർ M അബ്ദുൽ സലാം മൂന്നാമതെത്തി. കോഴിക്കോട് മണ്ഡലത്തിൽ LDFിൻ്റെ എളമരം കരീമിനെ 1,46,176 വോട്ടിന് UDFിൻ്റെ MK രാഘവൻ തോൽപ്പിച്ചു. മൂന്നാമതെത്തിയ NDAയുടെ MT രമേശിന് 1,80,066 വോട്ടാണ് ലഭിച്ചത്. NDAയുടെ MT രമേശിന് 18,066 വോട്ടാണ് ലഭിച്ചത്. തിരുത്തി വായിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായി വയനാടിൽ നിന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി 3,64,422 വോട്ടിനാണ് LDFിൻ്റെ ആനി രാജയെ രാഹുൽ തോൽപ്പിച്ചത്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റും NDA സ്ഥാനാർത്ഥിയുമായ K സുരേന്ദ്രന് 1,41,045 വോട്ടാണ് ലഭിച്ചത്. കേരളത്തിലെ ഏറ്റവും ജനശ്രദ്ധയാകർഷിച്ച മണ്ഡലമായ വടകരയിൽ വിജയം ഷാഫി പറമ്പലിനൊപ്പം. LDFിൻ്റെ കരുത്തുറ്റ സ്ഥാനാർത്ഥിയായ KK ശൈലജ ടീച്ചറെ ഷാഫി തോൽപ്പിച്ചത് 1,14,940 വോട്ടിനാണ്. മൂന്നാമതെത്തിയ CR പ്രഫുൽ കൃഷ്ണൻ 1,11,919 വോട്ടുകൾ നേടി മൂന്നാമതെത്തി. KPCC പ്രസിഡന്റും UDF സ്ഥാനാർത്ഥിയുമായ K സുധാകരന് കണ്ണൂർ മണ്ഡലത്തിൽ തിളക്കമാർന്ന വിജയം. LDFിൻ്റെ MV ജയരാജന് 1,08,411 വോട്ടിനാണ് സുധാകരൻ തോൽപ്പിച്ചത്. NDAയുടെ C രഘുനാഥ് 1,19,496 വോട്ട് നേടി മൂന്നാമതെത്തി. കാസർഗോഡ് മണ്ഡലത്തിൽ UDFിൻ്റെ രാജ്മോഹൻ ഉണ്ണിത്താൻ LDFിൻ്റെ MB ബാലകൃഷ്ണനെ 1,649 വോട്ടിന് തോൽപ്പിച്ചു. NDAയുടെ ML അശ്വിനി 2,19,558 വോട്ടുകൾ നേടി.
കേരളത്തിലെ ഇടതുമുന്നണിക്കുണ്ടായ തോൽവി പരിശോധിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. തോൽവി അംഗീകരിക്കുന്നു, പരിശോധിച്ച് പാർട്ടിക്ക് മുന്നോട്ടേക്ക് പോകുമെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഭരണവിരുദ്ധ വികാരം മാത്രമല്ല തോൽവിക്ക് കാരണമായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനങ്ങളാണ് എല്ലാത്തിൻ്റെയും അവസാന വാക്ക്, ഞങ്ങൾ അത് അംഗീകരിക്കുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി. തൃശ്ശൂരിലെ തോൽവിയിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ മുരളീധരൻ. ഇനിയൊരു തെരഞ്ഞെടുപ്പ് മത്സരത്തിന് ഇല്ലെന്നും കരുതി കൊടുക്കാൻ താൻ നിന്നുകൊടുക്കാൻ പാടില്ലായിരുന്നുവെന്നും കെ മുരളീധരൻ പറഞ്ഞു. കേരളത്തിൽ UDFന് വലിയ വിജയമുണ്ടായി. സംസ്ഥാന സർക്കാരിനെതിരായ വികാരമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. എന്നാൽ ഒരിക്കലും ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ച അപ്രതീക്ഷിത വിജയം തൃശ്ശൂരിൽ BJP നേടി എന്നും അദ്ദേഹം പറഞ്ഞു. കെ മുരളീധരന് സംഭവിച്ചത് അപ്രതീക്ഷിത തോൽവിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. BJP CPM ഗൂഢാലോചനയുടെ അപകടകരമായ നീക്കമാണ് തൃശ്ശൂരിൽ തോൽവിക്ക് കാരണമെന്ന് VD സതീശൻ പറഞ്ഞു. പൂരം കലക്കിക്കൊണ്ട് BJPക്ക് അനുകൂലമായ സാഹചര്യം CPM ഒരുക്കിയെന്നും തോൽവി UDF പരിശോധിക്കുമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. BJP കേരളത്തിൽ ജയിക്കില്ലെന്ന പ്രചാരണത്തിന് കനത്ത തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി താമര ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചത് മാറ്റത്തിൻ്റെ തെളിവാണ്. ഈ വിജയം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നും ഗെയിം ചേഞ്ചർ ആകുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.